വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി, ഏകദേശം ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ നമ്മൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ വിഷു ആണ്, നാളെ 15-ാം തീയതി. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചെറുക്കനെ ഇന്ന് എടുത്തിട്ട് 1 വർഷമാവണം. കഴിഞ്ഞ വർഷം 14-ാം തീയതി ആയിരുന്നു നമ്മളുടെ ഈ ചെറുക്കനെ മേടിച്ചത്. അപ്പം ഇന്ന് അതിൻ്റെ 1 വർഷമായി. അങ്ങനെ നമ്മുടെ കാറിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? End of flashback. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആണ്. അപ്പോൾ അതിന് വിഷുക്കണിയൊക്കെ ഒരുക്കാനായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അവിടെ കുറച്ച് പൂവും കണിക്കൊരുക്കാനുള്ള സാധനങ്ങളും കണിക്കൊന്നയും ഒക്കെ മേടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്കിനി പോകുന്ന വഴി കാണാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നോക്കിയാണ് കണിക്കൊന്ന പൂ ഉണ്ടോ എന്ന്. കാരണം നമ്മുടെ വീട്ടിൽ കണിക്കൊന്ന പൂവില്ല. അപ്പോൾ അമ്പലത്തിലുണ്ട്. എന്നാൽ അമ്പലത്തിലാണെങ്കിൽ സമയമായപ്പോൾ അതങ്ങ് പൊഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്കിനി പൂ മേടിക്കണം. അപ്പോൾ പൂ റോഡ് സൈഡിൽ എങ്ങാനും ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പോയപ്പോൾ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ചക്കയും മത്തനും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. കണിക്കൊന്നയുണ്ട് അവിടെ. പക്ഷെ അതൊക്കെ ഈ ചൂട് സമയത്തായതുകൊണ്ട് നല്ലപോലെ വാടി കരിഞ്ഞാണ് ഇരുന്നത്. അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട വഴിയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് പടിഞ്ഞാറേ നട. അപ്പം നമ്മൾ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. നല്ല റോഡൊക്കെ നല്ല തിരക്കുണ്ട്. നാളെ വിഷു ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നല്ല തിരക്കാണ്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു മാമൻ്റെ കയ്യിൽ ശരിക്കും എന്താ പറയുക കണിക്കൊന്ന പൂവായിട്ട് വരുന്നത് കണ്ടു കേട്ടോ. പക്ഷേ അത് വിൽക്കാനായിരിക്കും. എന്തായാലും മാമൻ ഇതോ പോകുന്നു. ആ മാമൻ കണ്ടില്ലേ നിങ്ങൾ, കയ്യിൽ എന്താ ശരിക്കും പൂവുമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിനി നമ്മുടെ സാധനങ്ങൾ മേടിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചാലയിലോട്ടല്ല ഫസ്റ്റ് നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് മഹാ ചിപ്സിലോട്ടാണ് പോണത്. അവിടെ നിന്ന് ചാലയിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ മേടിച്ചു. ഇവിടെ വന്നാൽ നമ്മൾ സ്വീറ്റ്സ് മേടിക്കാതെ പോകത്തില്ല കേട്ടോ. കാരണം ഇവിടുത്തെ സ്വീറ്റ്സ് വന്നിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി നേരെ ചാലയിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല തിരക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. അതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ടൊരു ഓട്ടോ പിടിച്ചാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ചാലയ്ക്കത് കയറിയപ്പോൾ തന്നെ ഒരു ബ്ലോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഉള്ളിലോട്ട് കയറാൻ നല്ല പോലെ നമ്മൾ സമയമെടുത്തു. ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ചാലയ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിതേ അങ്ങനെ തിരിച്ചു പോവാണ്. എൻ്റെ ദൈവമേ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വീഡിയോ ഒക്കെ എടുത്തതാണ് നമ്മൾ ഓരോ വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ചിരിച്ചോട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച പൂവ്. അമ്മയ്ക്ക് പൂക്കളൊക്കെ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ശരിക്കും പൂവ് മേടിച്ചു. അമ്മ കെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ കണി ഒരുക്കാൻ വേണ്ടി മേടിച്ച സാധനങ്ങൾ. അപ്പോൾ ഇതിലിടയ്ക്ക് നമുക്ക് ഒരു അബദ്ധം പറ്റി. 250 ഒരു കിറ്റ് മേടിച്ചു. അതിൻ്റെ അകത്താണെങ്കിൽ ഒരു സംഭവം ഇല്ലായിരുന്നു. പൂവായാലും ഒന്നുമില്ല. വെള്ളരിക്കൊക്കെ കേടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു പറ്റിപ്പായിപ്പോയി. ഇനി നമുക്ക് കണിക്കൊന്ന് തപ്പി പോവാം.
അപ്പോൾ ഇതേ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മ ഒരു ഹാരം ഇങ്ങനെ കെട്ടി തീർത്തിട്ടുണ്ട്. ഇത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഈ ഹാരം വന്നിട്ട്. അപ്പോൾ അമ്മയുടെ ഹാരം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇതാണ് അമ്മയുടെ ഹാരം, കെട്ടി തീർന്നിട്ടില്ല, അത് കെട്ടി തീരാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി കണിക്കൊന്നയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടും അമ്മ ഹാരം കെട്ടി തീർന്നിട്ടില്ല, അമ്മ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 20 രൂപയ്ക്ക് 2 സെറ്റ് കണിക്കൊന്നയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ കണി ഒരുക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പം ഫ്രണ്ടിലാണ് നമ്മൾ കണി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ദേ ഒരു നേരിയതൊക്കെ കൊണ്ട് ടീപ്പോയിലൊക്കെ വിരിച്ച് നല്ല ഇതായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ഇനി ഓരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ മേൽ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. The next day. അപ്പോൾ ഇതേ സമയം വന്നിട്ട് 5:40 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ കുളിച്ച് അങ്ങനെ റെഡി ആയിട്ട് ഇനി വിളക്ക് കത്തിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഏട്ടനെ വിളിക്കാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ. അപ്പോൾ നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഏട്ടൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു വിഷു വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം.